സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാഗൺ CPM. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കാർ പാർക്കിംഗ് ആയിട്ടാണ്. സൗണ്ടൊക്കെ പോയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ദുബായി പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇപ്പം എന്തിനാണ് ഇവിടേക്ക് വന്നിട്ട് ദുബായി പോണേന്ന്. നമ്മളൊരു മച്ചാന് സിനാൻ എന്നാണ് അവൻ്റെ പേര്. നമ്മുടെ സിനാൻ മച്ചാൻ എനിക്കൊരു വണ്ടി കൊറിയർ വഴി അയച്ചണേ. അപ്പോൾ ആ വണ്ടി എടുത്തിട്ട് പോയാൽ മതി ബ്രോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചതാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തപ്പിയെടുക്കാനുണ്ട്. എന്നിട്ടൊരു മിക്കവാറും നൈറ്റൊക്കെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ബാഗൊക്കെ അവിടെ സെറ്റാണ് ഗൈസ്. വണ്ടി ഒന്ന് കളക്ട് ചെയ്യണം. സിനാൻ ബ്രോ വണ്ടി ഇവിടെ എവിടെയാണെന്ന് അറിയില്ല. ഇപ്പം അവിടെ പാർക്കിങ്ങിൽ വല്ലതും ആണ്. നോക്കാം. അല്ല ഗൈസ്, ഇതിനടിയിലുണ്ടോ ട്രക്കിൻ്റെ? ഇല്ല. വണ്ടി അതേ കിടക്കുന്നു ഗൈസ്. അതെന്താ ഫ്ലൈയിങ് സ്ക്വിറലോ? അത് ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ മാതിരില്ല ഗൈസ്. ഇതെന്ത് ഫ്ലൈയിങ് സ്ക്വിറലോ? സംഗതി കണ്ട ഇതിപ്പോൾ സിനാനിന്ന് അടിച്ചിക്കണ്. സംഗതി സിനാൻ ബ്രോ ഫ്ലൈയിങ് സ്ക്വിറൽ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ബ്രോയുടെ കൂടെ കയ്യിൽ ബ്രോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ മാതിരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിട്ട് നോക്കുമ്പോഴേ ഫ്ലൈയിങ് സ്ക്വിറൽ തന്നെ. നമുക്കൊരു സീനല്ല. നമുക്ക് എന്തായാലും ബ്രോ നമുക്ക് വണ്ടി തരാൻ കാട്ടിയൊരു മനസ്സുണ്ടല്ലോ, ആ മതി ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എയർപോർട്ട് പോയേക്കണം. വേണ്ട ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് മാം പോകണം. വണ്ടി സെക്യൂരിറ്റി എടുത്തുകൊണ്ട് മാറ്റിയിട്ടോളും. ഇനി നമ്മൾ വേറെ വണ്ടിയിലാക്കണം ഗൈസ് പോലെ. ഇനി അവിടെ പോയുള്ള അവസ്ഥ അതൊന്നും അറിയില്ല. അവിടെ പോയിട്ട് പാർട്ട് മിക്കവാറും 2 ഇടേണ്ടി വരും ഗൈസ്. 2 പാർട്ട് ഇടേണ്ടി വരും. ഇവിടെ ഏറ്റവും ഫോഗ് എറിയണം ഗൈസിൻ്റെ പേരൻ്റെ ഉള്ള ഏറ്റവും കേസ്. ഇവിടെ ബാഗൊക്കെ സെറ്റാണ്. ഇനി കുറച്ചും കൂടി ഇതാക്കട്ടെ. എന്നിട്ട് നമുക്ക് നൈറ്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. നൈറ്റ് ആണോ ഈവനിങ് ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം ഗൈസ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് മയങ്ങട്ടെ. നിങ്ങളപ്പോൾ ഇതിന് വല്ല എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും പോവാണ് ഗൈസ്. ഒരു ചെറിയൊരു മയക്കൊക്കെ ഇറങ്ങി. അതാണ് സൗണ്ട് ഒന്നും പാടിയും പോയത്. സെക്യൂരിറ്റിക്കാരൻ വണ്ടി ഇവിടെ കൊടുത്തിട്ട് മറ്റേതോടെ ഫ്ലൈയിങ് സ്ക്വിറൽ കൊണ്ടുപോയി ചെയ്ത് ഗൈസ്. നമ്മൾ ലുക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിക്കണേ. മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റായി പോവാണ് ഗൈസ്. എന്തായാലും ദുബായിക്ക് പോവാണ്. നമ്മൾ വിചാരിച്ചു എന്തിനാണ് പോണത് എന്നാ വരികയെന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ വണ്ടി കുറച്ച് എൻ്റെ 0 ലൈറ്റ് വർക്കിനിട്ടെന്ന്. ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. 2 ഇതിൽ കൂടെ കയറേണ്ട ഗൈസ്. 2 എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് ആണ് ഗൈസ്. ഇത് 2 തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ പോണത്. ഈ കൂടെ ഇപ്പോൾ റോഡില്ലായിരുന്നു. ആ റൂട്ട് നമുക്ക് പോണതിൻ്റെ മേലെ കാരണം ഗൈസ്. എൻ്റെ ഇപ്പം ഓതാണ് ഗൈസ്, ഖുർആൻ ഓതാണ്. അതുകൊണ്ടാണ് ഗൈസ് അവിടെ ഒരു ഒച്ചപ്പാട്. ഓതുന്ന കേട്ടില്ല ഗൈസ് നിങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ ഗെയിമിങ് റൂമൊക്കെ എത്തിക്കണേ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു പാലത്തുമൂട് കയറിയാൽ മതി ഗൈസ്. നമുക്ക് സുഖമായിട്ട് എത്താം. ഇനി ഞാൻ ഈ ഏതാണ് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഏതായാലും ഈ വണ്ടി ഇവിടെ ഇട്ടുകൊണ്ടൊക്കെ ഞാൻ പോലെ. ഇതും നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് എടുക്കും. വിസിറ്റിങ്ങിന് പോകണോണ്ട് അവിടുന്ന് കണ്ടിട്ടും ഗൈസ്.
വണ്ടി കയറണേ ഗൈസ്. ചാടിച്ചിട്ട് കിട്ടിൻ്റെ അമ്മേ. ഓക്കെ ചില്ലിന് ക്രാക്സ് ആണ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ കുഴപ്പം. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ഫസ്റ്റ് ഇയറിൽ ചില്ലിന് ക്രാക്കാം. ഓക്കെ നമുക്ക് റൺവേ കൂടെ കാർ ഓടിച്ചാൽ പ്ലെയിൻ ഇപ്പം എടുക്കും തോന്നുന്നുണ്ട്. പെട്ടെന്ന് പോയി കറക്റ്റ് പാർക്കിങ്ങിലിട്ടുണ്ട്. പ്ലെയിൻ വളഞ്ഞു തുടങ്ങിക്കണ്. വളഞ്ഞു തുടങ്ങില്ല, ഇങ്ങനെ സ്റ്റാർട്ടാക്കി ഇടാൻ പോവാണ് തോന്നുന്നുണ്ട്. വണ്ടിയാണ് നിൽക്കണേ. എന്തായാലും ഇവിടെ ഇടാം. എന്തായാലും നേരെ പോയി ഫ്ലൈറ്റ് കയറട്ടെ. ഫ്ലൈറ്റ് എവിടെയാണ് ഗൈസ്? ഞാൻ എന്തായാലും പോയി കയറട്ടെ. ഇനി നമുക്ക് നാളെ രാവിലെ ദുബായിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ നല്ലൊരു വണ്ടി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾക്ക് ഇവിടെ ഒരു റൂം സെറ്റാക്കി തന്ന്. പിന്നീട് പറഞ്ഞിട്ട് രാവിലെ നീച്ചുമ്പോൾ എൻ്റെ വണ്ടിയുടെ പുറത്തുണ്ടാവും. വണ്ടി അത്യാവശ്യം മസ്താങ്ക് എന്നാണ് പറഞ്ഞത്. കിളിപ്പച്ച സാധനം കിടക്കുന്നുണ്ട്. എൻ്റെ ഡ്രോണ് കുറച്ചൊക്കെ ഇത് മസ്താങ്കിൻ്റെ ഗൈസ്. ഇത് മസ്താങ്കിൻ്റെ പോയി എടുക്കാം. ഡ്രസ്സൊന്നും മാറണ്ട ഗൈസ്. ഡ്രസ്സൊക്കെ മാറിയിട്ട് പറ്റാം ഗൈസ്. മിക്കവാറും ഇത് പാർട്ട് 2 ഇടേണ്ടി വരും ഗൈസ്. ബാക്കി കുറേ പരിപാടികളുണ്ട്. ഇന്നെന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങാം. ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് രാത്രി ഒന്ന് ചാടാം. ഓക്കെ ഗൈസ്. ഇത് ഗൈസ് കിട്ടില്ല പവർ ഗൈസ് മസ്താങ്ങിനെ. അങ്ങനെ ഇതിൻ്റെ ബോഡി ഹൈറ്റ് നോക്കിയോ. ഇതത് ന്യൂ മസ്താങ്കാണോ ഓൾഡ് മസ്താങ്കാണോ? ഓൾഡാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടിട്ട് ന്യൂവിൻ്റെ മാതിരി ഉണ്ടല്ലോ. എനിക്കറിയില്ല ഗൈസ്. ന്യൂ ആകാനും ചാൻസ് ഉണ്ട്, ഓൾഡ് ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്. നമുക്ക് ഗൈസ് ഇവിടെ ഇങ്ങനെ ചുറ്റിറങ്ങാം. ഇത് ദുബായിൽ ഡെസേർട്ട് പറഞ്ഞ സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ അവിടെയാണ് ഇപ്പം ഞാനുള്ളത്. ഞാനിപ്പോൾ മെയിനായിട്ട് വന്നത് എൻ്റെ ബസ്സിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ഗൈസ്. ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഈ റൂട്ടിന് കയറാം. നമുക്ക് നേരെ കയറിച്ചതെന്ത് സംഭവം ഗൈസ്. അതിന് മേലൊരു കയറ്റം ഗൈസ്. നമുക്ക് കയറി വെക്കാം ഗൈസ്. നമുക്ക് എന്തായാലും ബാക്ക് അടിച്ചിടാം. എന്നാൽ ചെറിയ വേസ് പാർക്ക് ചെയ്യാം ഗൈസ്. ഞാൻ അങ്ങനെ ആലോചിച്ചു ഗൈസ്. ഇപ്പോൾ വന്നപ്പോൾ M5 ഒക്കെ കൊടുന്നാൽ മതിയെന്നെ. ഇത് M5 നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. M5 ഉണ്ടാകുമ്പോൾ ഇതിലായിരുന്നു. M5 സിവിക്കൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങലുണ്ട് ഗൈസ് വൈകുന്നേരം. ഇനി ഉണ്ടാവില്ല, ഇനി ഉണ്ടാവും 1 മാസം കഴിഞ്ഞിട്ട്. എന്തോ ഇതാണ് ഇവിടെ കയറാണ്ടില്ല. എന്തോ കെണ്ടിയാണ് ഗൈസ്. വെറുതെ തന്നെ അയാൾ കയറി. ഇവിടെ ഓടുണ്ടാകും. ഓതിക്കൂടെ ഇങ്ങനെ വണ്ടി കളിച്ചുള്ള സ്ഥലമുണ്ട്. ഒന്നിനൊരു മൂടില്ലാത്ത മാതിരി M5 ഒന്നും ഇല്ലാത്ത ഉണ്ട്. 1 മാസമല്ലേ, 1 മാസം എൻ്റെ വണ്ടി അനങ്ങാതെ കിടക്കും. അതല്ല കേസ് ആലോചിച്ചാൽ 1 മാസം എത്തിയിട്ട് ഇങ്ങനെ കറങ്ങണം. എണ്ണ അടിച്ചു കൊണ്ട് മസ്താങ് എന്നൊക്കെ പറയുമ്പോണ്ടല്ല ഒരു സാധനം തന്നെയാണ്.
ഗൈസ് നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം. ഓക്കെ ഗൈസ്, വീഡിയോ കുറച്ച് ലോങ് ആയിക്കണമെന്നാണ് തോന്നണത്. എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് ദുബായിക്ക് വരുന്ന. ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് പാർട്ടിലാക്കണം ഗൈസ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് എൻ്റെ റൂമിൽ പോയിക്കൊണ്ട് കുറച്ചും കൂടി വിശ്രമിക്കുന്നുണ്ട് ഗൈസ്. ആ ഫ്ലൈറ്റിൽ വന്നതിൻ്റെ ഇപ്പോഴും പോയിട്ടില്ല. ഇവിടേക്ക് എത്തിയത് ഇന്ന് രാവിലെ 5 മണിക്കാണ് ഗൈസ്. ഉണ്ടാകെ കുറച്ച് നേരം ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി വീഡിയോ ഇടാൻ നമുക്ക് ഗൈസ് മസ്താങ് നമ്മളതിൻ്റെ അടിയിൽ തന്നെ ഇടാം, നമ്മളെ റൂമിൻ്റെ അടിയിൽ തന്നെ. ഗൈസ് ലോക്കാക്കിയാണ്. ഗൈസ് ഞാൻ പരിയിലൊന്ന് ഇവിടെ പോയിട്ടൊന്ന് റെഡി റെഡിയായി കുളിച്ച് മാറ്റി റെഡിയായിക്കൊണ്ട് നെക്സ്റ്റ് പാർട്ട് നാളെ ആക്കണ്ട് ഗൈസ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ദുബായിക്ക് വരുന്നത് ഇങ്ങോട്ട് ക്യാമറ ആണ്. ബാക്കി അടുത്ത വീഡിയോയിലാക്കണം ഗൈസ്. മിക്കവാറും എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലാക്കണം. അപ്പോൾ ഗൈസ് ഈ വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി ഗൈസ് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ. നമുക്ക് ചെറിയൊരു സെലിബ്രേറ്റ് ചെയ്യാം ഗൈസ്. 100 അല്ലേ, ഒരു 1K ഒക്കെ ആവട്ടെ ഗൈസ്, എന്നിട്ട് വേണം പൊളിക്കാൻ. ഇപ്പം എന്തായാലും നമുക്ക് ചെറിയൊരു സെലിബ്രേഷനൊക്കെ നടത്താം ഗൈസ്. നമുക്കിതിൽ ഫസ്റ്റ് 100K അടിക്കണം ഗൈസ്. നിങ്ങൾ 100K അടിച്ചാൽ ഞാൻ പറയട്ടെ, ഒരു 5 ആൾക്ക് 5 കാറ് ഗൈസ് ഗീവ് അവേ. അതും ചാത്തനല്ല ഗൈസ്, നല്ല പ്രീമിയം കാർസാണ്. ഇപ്പോൾ നമ്മുടെ മസ്താങ്കൊക്കെ ഇല്ലേ, അതേപോലത്തെ കാർസാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിന് ഫെരാറി, കാരവാൻ, പിന്നെ ബസ്, പിന്നെ അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ വണ്ടികളാണെന്ന് ഞാൻ ഇവിടുന്ന് ഒരു മാസം കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ എത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടുന്ന് നാട്ടിൽ എത്താനൊരു മാസം എടുക്കൂലേ. ആ ഒരു മാസം കൊണ്ട് നിങ്ങളിത് 100K അടിച്ചാൽ നമുക്കെന്തായാലും നാട്ടിൽ പോയി അപ്പം തന്നെ നമുക്ക് ഗീവ് അവേ സെറ്റാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേനും 100K അടിപ്പിക്കണം ഗൈസ്. അടിപ്പിക്കുമല്ലോ ഗൈസ്, ഉറപ്പല്ലേ ഗൈസ്? അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞാൻ എന്തായാലും പോയിരുന്ന ഫ്രഷ് ആവട്ടെ, നമ്മുടെ മസ്താങ്കടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.